ഫ്രണ്ട്സ്, നമ്മളിപ്പോൾ ഉള്ളത് ഈറോഡ് ജംഗ്ഷൻ എന്ന റെയിൽവേ സ്റ്റേഷനിലാണ്. നേരം വെളുത്ത് വരുന്നതേ ഉള്ളൂ. ആളുകളൊക്കെ പുതച്ചു മൂടി സ്റ്റേഷനിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു. പുറത്ത് ആളുകളൊക്കെ കിടന്നുറങ്ങുന്ന കാഴ്ചയും കാണാം. ഫ്രണ്ട്സ്, എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളൊരു നീണ്ട യാത്രക്ക് പോവുകയാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇനി യാത്രയുടെ വിശദാംശങ്ങളിലേക്ക് കടക്കാം. എൻ്റെ മകൾ മുംബൈയിലെ ഒരു ഹോസ്പിറ്റലിൽ ഡോക്ടറാണ്. അവളുടെ കൂടെ വർക്ക് ചെയ്യുന്ന ഡോക്ടർ നീരജിൻ്റെ വിവാഹമാണ് അവൻ്റെ നാടായ എലൂരു എന്ന സ്ഥലത്ത്. അപ്പോൾ നമുക്ക് നേരിട്ട് കണ്ണൂരിൽ നിന്ന് എലൂരിലേക്ക് ട്രെയിനില്ല, ഫ്ലൈറ്റും ഇല്ല. അത് കാരണം നമ്മൾ ഈറോഡ് വന്ന് താമസിച്ചു ഒരു ദിവസം. അങ്ങനെ ഈറോഡിൽ നിന്ന് ഡയറക്റ്റ് ട്രെയിനുണ്ട്. കൃത്യം 6 മണിക്ക് ഈറോഡിൽ നിന്ന് ട്രെയിൻ പുറപ്പെട്ടു. അതായത് ഈറോഡിൽ നിന്ന് എലൂര് വരെ 835 കിലോമീറ്റർ ദൂരമുണ്ട്. ഫാസ്റ്റസ്റ്റ് ട്രെയിനായ വിവേക് സൂപ്പർ എക്സ്പ്രസ്സിലാണ് നമ്മൾ ഉള്ളത്. ഇത് 835 കിലോമീറ്റർ താണ്ടിയാണ് എലൂരിൽ എത്തുന്നത്. അതായത് 12 മണിക്കൂറും 43 മിനിറ്റും എടുക്കും. ഈറോഡിനെ കൊണ്ട് പറയുകയാണെങ്കിൽ ഈറോഡിലെ പ്രധാന വ്യവസായങ്ങൾ ടെക്സ്റ്റൈലും ടർമറിക്കും, അതായത് മഞ്ഞളും ആണ് പ്രധാന ഉൽപ്പാദനം നടത്തുന്നത്. പിന്നെ വളരെ ഒരു ടൂറിസ്റ്റ് പ്ലേസാണ്. പിന്നെ ചെന്നിമലൈ, ഭവാനി സാഗർ ഡാം, പെരിയാർ കൊടുമുടി ഇതെല്ലാം ഈറോഡിലുള്ള സ്ഥലമാണ്. ഇപ്പോൾ ട്രെയിൻ വളരെ സ്പീഡിലേക്ക് ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഈ ട്രെയിൻ ആകെ 8 റെയിൽവേ സ്റ്റേഷനിൽ മാത്രമേ നിർത്തുകയുള്ളൂ. അതേതാണെന്ന് വെച്ചാൽ ഒന്നാമത് സേലം, കട്പാടി, റെനിഗുണ്ട, നെല്ലൂര്, ഓങ്കോൾ, വിജയവാഡ, ഏലൂർ എന്നീ സ്ഥലങ്ങളാണ് പ്രധാന റെയിൽവേ സ്റ്റേഷനുകൾ. ഇടയ്ക്ക് ചെറിയ ചെറിയ സ്റ്റേഷനുകളും അപ്രധാന സ്റ്റേഷനുകളും കടന്ന് ട്രെയിൻ ഇപ്പോൾ വളരെ സ്പീഡിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇടയ്ക്ക് ഗ്രാമം വിട്ട് ഇടയ്ക്ക് ഒരു ചെറിയ ടൗൺഷിപ്പൊക്കെ കാണാം. തമിഴ്നാട് കൃഷിക്ക് പ്രധാനപ്പെട്ട സ്ഥലമാണ്. വളരെ ഫേമസ് ആണ്. അതായത് കേരളത്തിലേക്ക് വരുന്ന പച്ചക്കറികൾ മുഴുവനും ഉൽപ്പാദിപ്പിക്കുന്നത് തമിഴ്നാട്ടിൽ നിന്നാണല്ലോ. അതുപോലെ കൃഷിയും അവരുടെ പ്രധാന ഉപജീവന മാർഗമാണ്. പ്രകൃതി ഭംഗി ആസ്വദിച്ച് അങ്ങനെ പുറത്തോട്ട് നോക്കിയിരിക്കാൻ നല്ല രസമാണ്. ടൗൺഷിപ്പ് ഉണ്ടെങ്കിലും ഇടയ്ക്കായി ഒരുപാട് കൃഷിയും കാണുന്നുണ്ട്. തെങ്ങുകൾ നിറഞ്ഞ സ്ഥലം കഴിഞ്ഞാൽ പിന്നീട് മാവുകളും പിന്നെ മറ്റ് ഇതര കൃഷികളും ഉള്ള പാടങ്ങൾ കാണാം. നമ്മൾ ആദ്യത്തെ ട്രെയിൻ സ്റ്റോപ്പ് ചെയ്യുന്നത് സേലത്താണ്. ഈറോഡ് കഴിഞ്ഞാൽ സേലം റെയിൽവേ സ്റ്റേഷനിൽ വണ്ടി ഒന്നാമത്തെ സ്റ്റോപ്പിൽ നിർത്തും. ഒരുപാട് തെങ്ങുകളുണ്ട്. അത് കാണുമ്പോൾ നമുക്ക് നമ്മുടെ കേരളം ഓർമ്മ വരും. പക്ഷേ വയലുകൾ കാണുമ്പോൾ ശരിക്കും നമുക്ക് നഷ്ടബോധം തോന്നും. ഒരു കാലം കേരളത്തിൽ നെൽകൃഷി വ്യാപകമായിരുന്നു. ഇപ്പോൾ പാലക്കാട് മാത്രമേ നമ്മൾ ട്രെയിനിൽ വരുമ്പോൾ വയലുകൾ, പച്ചപിടിച്ച വയലുകൾ കാണും. നമുക്ക് ഇവിടെ ഇപ്പോൾ നമ്മൾ സേലം എത്തി. സേലത്തിലുള്ള പല കാര്യങ്ങളും പറയാം. തമിഴ്നാട്ടിലെ ഒരു പട്ടണമാണ് സേലം. 4 വശങ്ങളും വൻ മലകളാൽ ചുറ്റപ്പെട്ട് കിടക്കുന്നത്
എന്നർത്ഥമുള്ള ശൈലം എന്ന വാക്കിൽ നിന്നാണ് സേലം എന്ന വാക്ക് ഉത്ഭവിക്കുന്നത്. ട്രെയിൻ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ ദൂരെ വൻമലകൾ കാണാം. അതായത് വെസ്റ്റേൺ ഗട്ട്സ് ആണ് ഇതൊക്കെ. അതൊക്കെ കഴിഞ്ഞ് ഇടയ്ക്കിടയ്ക്ക് വയലുകളും ഒക്കെ കാണാം. പക്ഷേ ഈ സേലം എന്ന സ്ഥലത്തിന് ഏറ്റവും മനോഹാരിത കൊടുക്കുന്നത് ഈ വൻമലകളാണ്. ചുറ്റിനും മലകളാൽ സമ്പന്നമാണ് ഈ സേലം എന്ന നഗരം. ഇടയ്ക്ക് നമുക്ക് പട്ടണങ്ങൾ കാണാം, തെങ്ങിൻ പാടങ്ങൾ കാണാം, വയലുകൾ കാണാം. ഇടയ്ക്ക് ഓരോ പാലങ്ങളും ഡാമുകളും ചെറിയ ചെറിയ അരുവികളും ഒക്കെ കൊണ്ട് കാണാൻ തന്നെ അതിമനോഹരമാണ് ഈ സേലം. സേലം മാങ്ങകൾ വളരെ ഫേമസ് ആണ്. മാത്രമല്ല മറ്റൊരു പ്രധാന വ്യവസായം ഇവിടുത്തെ സേലം സ്റ്റീലാണ്. തമിഴ്നാട്ടിലെ നഗരങ്ങളിൽ വലിപ്പത്തിൽ 5ാം സ്ഥാനമാണ് സേലത്തിന്. ഇപ്പോൾ ഈ മനോഹരമായ കാഴ്ചകൾ കൊണ്ട് നമ്മുടെ വണ്ടി മുന്നോട്ട് ഓടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് കുറച്ച് കാഴ്ചകളൊക്കെ എങ്ങനെ നോക്കിയിരിക്കാം. അടുത്ത സ്റ്റേഷൻ കട്പാടി എന്ന സ്റ്റേഷനാണ്. അപ്പോൾ നമുക്കതുവരെ നോക്കിയിരിക്കാം. കട്പാടി റെയിൽവേ സ്റ്റേഷൻ അടുത്തെത്തുമ്പോൾ ഇപ്പോൾ വണ്ടി സ്പീഡ് കുറച്ചിട്ടുണ്ട്. ദൂരെ നമുക്ക് വയലുകൾക്ക് പകരം നിറഞ്ഞ തോടുകൾ കാണാം. പിന്നെ ഈ കട്പാടി സ്റ്റേഷൻ അടുത്തെത്തുമ്പോൾ റെയിൽവേ സ്റ്റേഷൻ നല്ല ഭംഗിയുള്ള ചെടികളൊക്കെ നട്ട് മോടി പിടിപ്പിച്ചിട്ടുണ്ട്. ഇപ്പോൾ പതുക്കെ സ്റ്റേഷനിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇത് 2ാമത്തെ സ്റ്റോപ്പാണ് ഇവിടെ. ഈ സ്റ്റേഷനെ പറ്റി പറയുകയാണെങ്കിൽ തമിഴ്നാട്ടിലെ പ്രധാന റെയിൽവേ സ്റ്റേഷനാണിത്. മാത്രമല്ല ബിസിയസ്റ്റ് ആയിട്ടുള്ള ഒരു സ്റ്റേഷനും കൂടിയാണ്. പിന്നെ തമിഴ്നാട്ടിലെയും പരിസരത്തിലുള്ള മറ്റ് സ്റ്റേറ്റുകളെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു പ്രധാന ഹബ്ബും കൂടിയാണ് ഈ സ്റ്റേഷൻ. പിന്നെ ഇതിന് അടുത്ത് ഒരുപാട് മറ്റ് ചെറിയ ചെറിയ സ്റ്റേഷനുകൾ ഉണ്ടെങ്കിലും ഇത് കോട്ടകളുടെയും ഡാമുകളുടെയും ഒരു സ്ഥലമാണ്. തമിഴ്നാട്ടിലെ ലാസ്റ്റ് റെയിൽവേ സ്റ്റേഷനാണ് ഇത്. ഇനി നമ്മൾ പോകുന്നത് പിന്നെ ഇവിടെ ആന്ധ്രാപ്രദേശിലേക്കാണ്. അതായത് ഇവിടെ പ്രധാനപ്പെട്ട വെല്ലൂർ എന്ന സ്ഥലവും കൂടിയുണ്ട്. ഒരുപാട് മെഡിക്കൽ കോളേജുകളും ഒരു മെഡിക്കൽ ഹബ്ബ് തന്നെയാണ് ഈ പ്രദേശം. അപ്പോൾ ഈ സ്റ്റേഷൻ കഴിഞ്ഞ് നമ്മളിനി ഇതൊരു ബോർഡറും കൂടിയാണ്. ഇത് കഴിഞ്ഞ് നമ്മൾ നേരെ പോകുന്നത് ആന്ധ്രാപ്രദേശിലേക്കാണ്. അപ്പോൾ ആന്ധ്രാപ്രദേശിലെ അടുത്ത പ്രധാന സ്റ്റേഷൻ റണിഗുണ്ട എന്ന സ്ഥലമാണ്. അങ്ങനെ നമ്മൾ ആന്ധ്രാപ്രദേശിലേക്ക് കടക്കുകയാണ്. ആന്ധ്രാപ്രദേശിലെ തിരുപ്പതി ഡിസ്ട്രിക്റ്റിലാണ് ഈ റണിഗുണ്ട എന്ന റെയിൽവേ സ്റ്റേഷൻ സ്ഥിതി ചെയ്യുന്നത്. നെല്ല് കൃഷിയുടെ ഒരു പ്രധാന സ്ഥലമാണ് ആന്ധ്രാപ്രദേശ് എന്ന് എല്ലാവർക്കും അറിയാം. ആന്ധ്രാപ്രദേശിൽ നിന്നാണ് കേരളത്തിലൊക്കെ പലതരത്തിലുള്ള അരി എത്തുന്നത്. ഇവിടെ നമുക്ക് ഈ പ്രകൃതിയിൽ ഒരുപാട് മാറ്റങ്ങൾ കാണാം. വയലുകൾ അതിമനോഹരമാണ്. പിന്നെ കൂട്ടം കൂടി നിൽക്കുന്ന ചെറിയ ചെറിയ പട്ടണങ്ങൾ ഒക്കെ നമ്മളെ അത്ഭുതപ്പെടുത്തും. ചെറിയ ചെറിയ പാറകൾ, വയലുകൾ, കാടുകൾ ഇവയൊക്കെ കടന്ന്
പോകുമ്പോൾ നമുക്ക് അതിയായ സന്തോഷം തോന്നും. ഒരു ഡിഫറൻ്റായ ഒരു സ്ഥലം. റെനിഗുണ്ട കഴിയുമ്പോൾ അടുത്ത സ്റ്റേഷൻ നെല്ലൂർ എന്ന സ്റ്റേഷനാണ്. അതായത് ആന്ധ്രാപ്രദേശിലെ വിജയവാഡ അഡ്മിനിസ്ട്രേഷൻ പരിധിയിലാണ് ഈ സ്ഥലം. നോക്കിക്കൊണ്ടിരിക്കെ ദൂരെ ഒരു പുഴയല്ല, ഒരു വലിയൊരു കുളം പോലെയുള്ള വെള്ളം കെട്ടിക്കിടക്കുന്ന ഒരു വലിയ ഒരു സ്ഥലം കാണാം. ഒരുപക്ഷെ ഇതൊക്കെ ജലസേചനത്തിന് വേണ്ടിയായിരിക്കാം. വളരെ വളരെ വലിയതാണ്, പുഴയല്ല എന്തായാലും. ഇത്രയും വീതിയിൽ വെള്ളം ഇങ്ങനെ കെട്ടിക്കിടക്കുന്നു. പിന്നെ ആന്ധ്രാപ്രദേശിൻ്റെ മറ്റൊരു ആന്ധ്രാപ്രദേശായാലും തമിഴ്നാടായാലും നമ്മളെ അത്ഭുതപ്പെടുത്തുന്നത് ധാരാളം പനകൾ ഇങ്ങനെ തല ഉയർത്തി നിൽക്കുന്നത് കാണാം. എന്ത് മനോഹരമാണെന്നോ ഈ പനകൾ ഇങ്ങനെ കൂട്ടമായും ഒറ്റപ്പെട്ടുമൊക്കെ നിൽക്കുമ്പോൾ നമുക്കത് കണ്ണിന് വളരെയധികം സന്തോഷം തരുന്ന കാഴ്ചകളാണ്. ഇപ്പോൾ പല സ്റ്റേഷനുകളും കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണല്ലോ. ആന്ധ്രാപ്രദേശിലെ വയലുകൾ കാണുമ്പോൾ ഞാൻ നമ്മുടെ സ്വന്തം കേരളത്തിലെ കാര്യം ഓർത്തു പോവുകയാണ്. അവർ നിലക്കടലയും അരിയും ഗോതമ്പും കരിമ്പും എന്ന് വേണ്ട സർവ്വ സാധനങ്ങളും അവർ കൃഷി ചെയ്യുന്നു. നമ്മുടെ വയലുകളൊക്കെ വില്ലകൾ നിർമ്മിച്ച് വയലുകളൊക്കെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. വളരെ ദുഃഖം തോന്നുകയാണ്. ഒരു കാലം കേരളമായിരുന്നു കൃഷിയുടെ പ്രധാന സ്രോതസ്സ്. ഇപ്പോൾ നമുക്ക് വയലുകൾ നഷ്ടപ്പെട്ടു. ഇവിടെ വലിയ മലകളൊക്കെ അവർ ഇടിച്ച് കൃഷിസ്ഥലങ്ങളാക്കി മാറ്റുന്ന കാഴ്ച എന്നെ അത്ഭുതപ്പെടുത്തി. ആദ്യം കൃഷിസ്ഥലങ്ങൾ ഉണ്ടാക്കുന്നു, പിന്നീട് അതിൽ വെള്ളം നിറച്ച് കൃഷിയോഗ്യമാക്കി മാറ്റുന്നു, പിന്നീടാണ് കൃഷി ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ കൃഷിസ്ഥലങ്ങളുടെ വിസ്തീർണം ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുന്നത് കാണാം. എന്ത് മനോഹരമായ കാഴ്ചയാണെന്നോ ഇതൊക്കെ. ഇപ്പോൾ നമ്മൾ ആന്ധ്രാപ്രദേശിൻ്റെ മനോഹരമായ ഭാഗത്തൂടെ ചെറിയ കുറ്റിക്കാടുകളൊക്കെ ഉണ്ട്. ഇത് കഴിഞ്ഞ് വയലുകൾ, ഇഷ്ടംപോലെ വയലുകൾ കാണാം. ദൂരെ ചെറിയ മലകളും ഒരു സുന്ദരമായ കാഴ്ച തന്നെയാണ്. ഇപ്പോൾ ദൂരെ കണ്ടോ, ഒരു വലിയ മല കാണാം. അത് എന്താണെന്ന് അറിയില്ല. ഇപ്പോൾ പല സ്റ്റേഷനുകളും മാറി മാറി ട്രെയിൻ മുമ്പോട്ട് കുതിക്കുകയാണ്. നമ്മൾ ഇനി എത്താനുള്ളത് വിജയവാഡ കഴിഞ്ഞാണ് ഏലൂർ എന്ന സ്ഥലം. നല്ല ഉച്ചയ്ക്ക് നല്ല വെയിലുണ്ട്, തിളച്ചു മറിയുന്ന ചൂടുണ്ട് പുറത്ത്. AC കമ്പാർട്ട്മെൻറ്റിലായതുകൊണ്ട് അത്രയും നമ്മൾ അറിയുന്നില്ല. ഈ വഴി ഞാൻ ആദ്യമായി വരുന്നതാണ്. അത് ഇടയ്ക്കിടയ്ക്ക് വരുന്നവർക്ക് ഒരുപക്ഷെ ഈ സ്ഥലങ്ങളൊക്കെ അറിയുമായിരിക്കും. നോക്കൂ, ദൂരെ കുഞ്ഞു കുഞ്ഞു മലകൾ, എൻ്റെ താഴ്വരയിൽ കുഞ്ഞു നദികൾ, എല്ലാം നോക്കിയിരിക്കാൻ തന്നെ രസമാണ്. നമുക്ക് കുറച്ചു നേരം ഈ കാഴ്ചകൾ ആസ്വദിക്കാം.
ഇടയ്ക്ക് പുഴ പോലെ വലിയൊരു ജലസ്രോതസ് തന്നെ ഇവിടെ കാണുന്നുണ്ട്. ശ്രദ്ധിച്ചു നോക്കിയാൽ പുഴയല്ല എന്ന് മനസ്സിലാവാം. ജലസേചനത്തിന് വേണ്ടിയായിരിക്കാം ഇവർ ഇത്തരം ജലസംഭരണികൾ ഉപയോഗിക്കുന്നത്. ഇനിയും മുമ്പോട്ട് പോകുമ്പോൾ നമുക്ക് കാണാം ഒരേ ഹൈറ്റിലുള്ള ഒരുപാട് മരങ്ങൾ നട്ടുപിടിപ്പിച്ച് കാണാം. അത് എന്തിനാണെന്ന് അറിയില്ല. കണ്ടില്ലേ, ഒരുപാട് ഏക്കറുകളോളം ഇത്തരം കാടുകൾ നമുക്ക് കാണാൻ പറ്റും. ഇത് കാണുമ്പോൾ നമ്മുടെ നാട്ടിലെ കപ്പ കൃഷി ഓർമ്മ വരും. പക്ഷേ ഈ മരങ്ങൾ വളരെ ഹൈറ്റിൽ വളരുന്നവയാണ്. കണ്ടില്ലേ, ഒരുപാട് സ്ഥലത്ത് ഈ മരങ്ങൾ ഇങ്ങനെ നമ്മൾ കടന്നു പോകുമ്പോൾ ഞാനിങ്ങനെ ആലോചിക്കുമായിരുന്നു ഇതെന്തായിരിക്കുമെന്ന്. എന്തായാലും ആരോടെങ്കിലും ചോദിക്കാം എന്ന് വിചാരിച്ചു. മറ്റൊരു കാഴ്ച എന്താണെന്ന് വെച്ചാൽ വയലുകളിൽ വൈക്കോലുകൾ ഇങ്ങനെ കൂട്ടം കൂട്ടമായി കൂട്ടിയിരിക്കുന്നത് കാണാം. മാത്രമല്ല വിജയവാഡ അടുത്ത് എത്തുമ്പോൾ തന്നെ ഈ കൃഷിയുടെ കൂടെ കടല കൃഷി ചെയ്യുന്ന വയലുകളും സ്ത്രീകളും കുട്ടികളെയും നമുക്ക് വയലിൽ കാണാൻ പറ്റും. വൈകുന്നേരങ്ങളിൽ അവർ ഈ വയലുകളിൽ പണിയെടുക്കാൻ വരുന്നതായിരിക്കും. എന്ത് മനോഹരമാണല്ലേ ഈ വയലുകൾ. ഇത്തരം കൃഷികൾക്ക് ഇടയിലായി പൂക്കളുടെ കൃഷി, സൂര്യകാന്തിയും മറ്റുള്ള പൂവുകളുടെ ഒരു കൃഷിയും കാണാം. ഇപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഇടയ്ക്കിടെ ഇത്തരം വെള്ളം കെട്ടിക്കിടക്കുന്ന സ്ഥലങ്ങൾ കാണാം. ഇതൊക്കെ അവർ കൃഷിക്ക് വേണ്ടി തന്നെയാണ് ഉപയോഗിക്കുന്നത്. ഒരുപക്ഷെ ചെറിയ ചെറിയ നദികളായിരിക്കാം.
ഓങ്കോല് സ്റ്റേഷനാണ്. അടുത്തത് വിജയവാഡയും. ഈ സ്റ്റേഷനിലാണ് പ്രധാനമായ മറ്റൊരു സ്റ്റോപ്പ്. ഇത് എല്ലൂരിലുള്ള യാത്രയിലെ 5ാമത്തെ പ്രധാന സ്റ്റോപ്പാണ്. അപ്പോൾ ഇവിടെ ട്രെയിൻ സ്റ്റോപ്പ് ചെയ്യും. അപ്പോൾ പതുക്കെ നീങ്ങിയിരിക്കാം. ഇനി നമ്മൾ കൃഷ്ണ നദി കടക്കാൻ പോവുകയാണ്. കൃഷ്ണ നദിയെപ്പറ്റി പറയുകയാണെങ്കിൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ നദികളിൽ 4ാമത്തേതാണ്. കൃഷ്ണവേണി എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന നദിയും കൂടിയാണ്. ഗോദാവരി കഴിഞ്ഞാൽ തെക്കേ ഇന്ത്യയിലെ ഏറ്റവും വലിയ നദിയാണ് ഇത്. മഹാരാഷ്ട്രയിലെ മഹാബലേശ്വർ എന്ന സ്ഥലത്തിനു വടക്കായി പശ്ചിമഘട്ടത്തിൽ നിന്ന് ഉത്ഭവിച്ച് 1300 കിലോമീറ്ററോളം സഞ്ചരിച്ച് ബംഗാൾ ഉൾക്കടലിൽ പതിക്കുന്നു. ഈ നദിക്ക് കുറുകെ ഒരുപാട് ഡാമുകളുണ്ട്. മാത്രമല്ല ചരിത്രപ്രസിദ്ധങ്ങളായ ഹിന്ദു ക്ഷേത്രങ്ങളും ബുദ്ധക്ഷേത്രങ്ങളും ജൈന ക്ഷേത്രങ്ങളും കാണാം.
പല ചരിത്ര സംസ്കാരങ്ങളും ഇതിൻ്റെ രണ്ട് കരയിലുമായി കാണാം. ആന്ധ്രാപ്രദേശിലുള്ള കൃഷി ജലസേചനത്തിന് ഏറ്റവും അധികം ആശ്രയിക്കുന്നത് കൃഷ്ണ നദിയാണ്. പിന്നെ മത്സ്യബന്ധനത്തിനും. ഇപ്പോൾ അവിടെയായി വറ്റി വരണ്ടിരിക്കുന്നത് കാണാം. എന്നാലും പുഴയിലൂടെ ബോട്ടുകൾ ഉപയോഗിച്ച് ആളുകൾ മറുകര കടക്കുന്നതും കാണാം. പിന്നെ ഇപ്പോൾ കാണുന്നത് മറ്റൊരു പാലം കൂടെ ഇപ്പോൾ പണിതുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത്രയും വലിയ ഒരു മഹാനദി കാണുക ഒരു വലിയ അനുഭവം തന്നെ ആയിരുന്നു. ഇപ്പോൾ കൃഷ്ണ നദി കടന്നു. നമ്മൾ അടുത്തത് വിജയവാഡയിലേക്ക് പോവുകയാണ്. അത് കഴിഞ്ഞാണ് അടുത്ത സ്റ്റേഷനായ എലൂരു. ഇപ്പോൾ നമ്മൾ ആന്ധ്രാപ്രദേശിലുള്ള എലൂരു എന്ന സ്ഥലത്തേക്ക് കടക്കുകയാണ്. അവിടെയാണ് നീരജിൻ്റെ ജന്മസ്ഥലം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ ഡെസ്റ്റിനേഷൻ എത്തുകയാണ്, എലൂർ എന്ന സ്ഥലത്തേക്ക്. അപ്പോൾ ഞാൻ മറ്റൊരു വീഡിയോയുമായി ഉടനെ തിരിച്ചു വരാം. അതുവരെ ഗുഡ് ബൈ.